ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഇച്ചിരി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിലുപരിയായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം, അത് ശരിയാണോ തെറ്റാണോ? എല്ലാവർക്കും അരോചകമായിട്ട് തോന്നിയോ? അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടിരുന്നല്ലോ. പിന്നെ അത് തന്നെയല്ല, ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും. അത് എൻ്റെ ഒരു ഹാബിറ്റാണത്. അത് അത്രയ്ക്കും പാട്ടിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ എനിക്കിഷ്ടമുള്ളത് മനസ്സിൽ തോന്നിയാൽ ഞാനത് പാടും. അപ്പം അങ്ങനെ ഞാൻ പാടുന്നത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് പാടാൻ. പിന്നെ ഞങ്ങൾ നാട്ടിലെ വീട്ടിലൊക്കെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും ഞാനും മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടും. അങ്ങനെയാണ്, ഗാനമേള പോലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും പാടുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് പാട്ട്. എൻ്റെ മോനൊക്കെ നന്നായിട്ട് പാടും. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ മൂളിപ്പാട്ടുകളൊക്കെ മനസ്സിൽ ഓർക്കുന്ന നല്ല പാട്ടുകൾ ഓർക്കുമ്പോൾ അതിങ്ങനെ പാടും. അപ്പം ഞാനൊരു വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഷോർട്സ് ഇങ്ങനെ ചെറിയ പാട്ട് എൻ്റെ രണ്ടുപേര് പാടാമെന്ന്. അങ്ങനെ ഞാൻ പാടിയിട്ടപ്പം ഒരാൾ പറഞ്ഞ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നു, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ്. അപ്പം അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രായമായതുകൊണ്ട് പാടാൻ പാടില്ലെന്നോ, പ്രായമായതുകൊണ്ട് അങ്ങനെ വല്ലതും നിയമങ്ങൾ വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പം പ്രായമായവർക്ക് പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മാത്രമേ പാട്ട് പാടാനുള്ള ഇതുള്ളൂ. അങ്ങനെ ഇപ്പം പാട്ട് നമ്മളിപ്പം യേശുദാസോ സുജാതയോ ചിത്രയോ ഒന്നും ആവാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് അങ്ങനെ എത്രയോ പേരുണ്ട്. പാട്ടിഷ്ടമില്ലാത്തവരാരുമില്ല. ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തവരും ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളും സത്യസന്ധമായിട്ട് നിങ്ങളും ഒന്ന് പറയണം. അത്രയ്ക്കും ബോറായിരുന്നു? അത്രയ്ക്കും നിങ്ങൾക്ക് അനോന്യമായിട്ട് തോന്നിയോ? ഒന്ന് പറഞ്ഞാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇനി ഞാൻ കഴിവതും പാടാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് ഇച്ചിരി പാചകമൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ആരൊക്കെയോ ഇങ്ങനെ പറയുന്നിട്ട് കപ്പയും മത്തിക്കറി. അപ്പോൾ ഒരു കൊതി വന്ന്. സാധാരണ ഇവിടെ അങ്ങനെ മത്തി ആ കടകളിലൊക്കെ മത്തി കിട്ടും, ചുരുക്കം ചിലപ്പോൾ വല്ലപ്പോഴും. ഇന്ന് എന്തായാലും ഞാൻ കൊതിച്ചു കടയിൽ പോയി ഓടിച്ചു നോക്കിയപ്പോൾ നേരെ മത്തി ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് മത്തി മേടിച്ച്. അപ്പോൾ കിലോയ്ക്ക് വില എത്രയാണെന്നറിയാമോ? 1000 രൂപ. നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപ ഒരു 1000-ന് മുകളിൽ വരും 1 കിലോ. പിന്നെ എന്ത് ചെയ്യാം, അത് ഇന്ത്യൻ മണിയായിട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇവിടുത്തെ അല്ലേ. അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, ആഗ്രഹങ്ങൾ നമ്മൾക്ക് മാറ്റി വെക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തി വാങ്ങിച്ചു, കപ്പയും വാങ്ങിച്ചു. അപ്പം മത്തിയും കപ്പയൊക്കെ മത്തിക്കറിയും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പം സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയുമല്ലോ അല്ലേ, പറയണേ. എന്ത് ചെയ്യാനാ, ഞാനിങ്ങനെ ആയിപ്പോയി. എനിക്ക് പാട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാൻ പാടും. പിന്നെ അത്രയ്ക്ക് നിങ്ങളും കൂടെ പറയുവാണെങ്കിൽ ഞാൻ ആ പാട്ട് നിർത്തി. ഓക്കെ, സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ.
അത് സത്യസന്ധമായിട്ട് പറയണം, അല്ലാതെ ചുമ്മാതെ ചേച്ചി പാടി ചേച്ചി നല്ലതാ കുഴപ്പമില്ല അങ്ങനെയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ഇത്, ഉള്ളിൽ നിന്ന് വരുന്ന സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ബോറാണോ? അപ്പോൾ ശരി, നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ അവർ ക്ലീൻ ചെയ്തൊക്കെ തന്നത്. പക്ഷേ ഇനി നമുക്കത് ഒന്ന് കഴുകിയൊക്കെ എടുക്കണം. അവരെല്ലാം ക്ലീൻ ചെയ്ത് തന്നെ. എനിക്കിനി ഒന്ന് കാണിക്കാമേ. ഇതുണ്ടോ? അപ്പോൾ അവരെല്ലാം വെട്ടിയാലെന്താ ഭയങ്കര സ്മെല്ലാണ്, പ്രത്യേകിച്ച് ഈ മത്തിക്ക്. ഇതിപ്പോൾ ഇങ്ങോട്ട് തുറന്ന് വെച്ചപ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് നാട്ടിലെ പോലൊന്നും അല്ല. ഇവിടെ ഈ സ്മെല്ല് അത് ഞാൻ മറ്റേ സ്പ്രേയോ അതും ഇതും ഒക്കെ ഇട്ട് കഴുകും. പക്ഷേ ആ സ്മെല്ല് വിൻഡോ തുറന്നിടും, ഫാനിടും, അതൊക്കെ ചെയ്താലും കുറച്ച് കഴിഞ്ഞിട്ടേ ആ മണമൊക്കെ മാറുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പയൊക്കെ വേവിക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഈ കപ്പയ്ക്കൊന്ന്, ഞാൻ ഫ്രോസൺ കപ്പയായിരുന്നേ, ഞാനത് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കയ്യിലെങ്ങാനും കൊള്ളുമോ എന്നുള്ള പേടിയാണ് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ കൊത്തുന്നത്. അത് ഞാൻ ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് അതിങ്ങനെ നമുക്ക് ചെറുതായിട്ട് കൊത്തിയെടുക്കാം. അപ്പോൾ കൊത്തിയെടുത്തിട്ട് കാണിക്കാവേ. അപ്പോൾ ഇതാ നമ്മൾ കപ്പ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കപ്പയെല്ലാം കൊത്തി അടുപ്പ് വെച്ചു. പിന്നെ ഇനി നമുക്ക് മത്തിക്കറി വെക്കണ്ടേ. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു മത്തിക്കറിയും കപ്പയും കഴിക്കാനായിട്ടൊരു മോഹം. അപ്പം ഞാൻ എന്തായാലും ചെന്നപ്പോൾ ആ കടയിൽ മത്തിയൊന്നും സാധാരണ അങ്ങനെ കാണുന്നതല്ല, അല്ലെങ്കിൽ പിന്നെ വേറെ കുറേ ദൂരം ഇടത്തൊക്കെ പോകണം. അതിനൊന്നും ഞാൻ മെനക്കെടാറില്ല. ചില സമയങ്ങളിൽ ഇവിടെ കിട്ടും മത്തിയും കിളിമീനും ഒക്കെ. അപ്പം ഞാൻ പോയി എന്തായാലും ഇന്ന് ഞാൻ ചെന്നപ്പം മത്തി ഉണ്ടായിരുന്നു. ആ മത്തി വാങ്ങി കപ്പയും കൂടെ വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഈ പാനി അടുപ്പിലോട്ട് വയ്ക്കുക, അടുപ്പ് കത്തിക്കുക. ഈ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഇതുപോലെ ഞാൻ ചായ അടുപ്പിൽ വെച്ചിട്ട് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഓർക്കുന്ന ചായ അടുപ്പിൽ വെച്ചിരുന്നല്ലോ എന്ന്. അപ്പോൾ വന്നപ്പം ഇത് പെട്ടെന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ പാത്രം കരിഞ്ഞ് ഇരിക്കുന്നു. ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാത്രം നന്നായിട്ട് കരിഞ്ഞിരിപ്പുണ്ട്. എന്തോ ദൈവം തോന്നിച്ച് എന്നെ പെട്ടെന്ന് ഞാൻ ഓടി വന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയാമേ. നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകുമല്ലോ. അപ്പം നമ്മൾ ആ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് കല്ലുപ്പ് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് അടുപ്പ് വെച്ച് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ടത് ഒരു 5 മിനിറ്റ് വെച്ചേക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് കഴുകുന്ന ഈ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക. നല്ല ക്ലീനായിട്ട് പഴയതുപോലെ തന്നെ ആയി കിട്ടും. അപ്പം അങ്ങനെ ഒരു ടിപ്പ്. ഓക്കെ, മനസ്സിലായി? നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അപ്പം ഇനി വേറൊരു ടിപ്പും കൂടി പറഞ്ഞു തരാമേ. നമ്മുടെ ഈ ടാപ്പൊക്കെ ഇല്ലേ,
ആ ടാപ്പിൻ്റെയൊക്കെ അറ്റത്തൊക്കെ ചിലപ്പം ഈ സ്റ്റെയിൻ കാണുമല്ലോ, വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിരിക്കും. അപ്പം ആ തുരുമ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു പാത്രത്തിൽ കുറച്ച് വിനേഗർ എടുക്കുക. വിനേഗറും നമ്മുടെ ഈ എന്താ സാധനം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ആ സോഡ അത് ആ പൊടി ആ ബേക്കിംഗ് സോഡയും കൂടെ വിനേഗറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ഇരിക്കും നമ്മുടെ ടാപ്പൊക്കെ. അപ്പം 2 ടിപ്പായി. ഓക്കെ, രണ്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഞാനിവിടെ പരീക്ഷിച്ചിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ കൂടി ഞാൻ ചെയ്തതാണ് ഈ പാത്രത്തിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് മത്തിക്കറി വെക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ നോക്കട്ടെ. നമുക്ക് ഇതെടുക്കാം, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ കുറവാണ്, മറന്നുപോയി ഞാൻ വാങ്ങാൻ. അപ്പം ഇതെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉലുവയൊക്കെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. കടുക് ഉലുവയൊക്കെ ഇട്ട് അത് പൊട്ടി. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ പച്ചമുളകും കൂടി ഇടാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്നും ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി അതൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയും ഉണ്ട്. ഇനി കുറച്ച് മറ്റേ കാശ്മീരി നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് അതും കൂടി ഇടാം. ഓക്കെ, അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുമല്ലോ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും മുളക് നല്ല പാകമായി എന്നുള്ളതാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ. പിന്നെ വേണം ഇടുന്നവർക്ക് ഇടാം കേട്ടോ. ഇച്ചിരി മല്ലിപ്പൊടി വേണമെങ്കിൽ മീനൊന്ന് അതിൻ്റെ എന്താ കറിയൊന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം മുളകൊക്കെ ഒന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് മുളക് മൂത്തതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതേ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളി.
അതൊഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടി ഇടാവേ. എന്നിട്ട് നമുക്ക് തിളയ്ക്കട്ടെ. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. കുറച്ച് കറി വേണമല്ലോ, ചാറ് വേണമല്ലോ. അപ്പം അത് പറ്റി വരുമ്പോഴേക്കും റെഡിയാവും. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ. ഇതാ നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മത്തിയിടാം അല്ലേ. ഞാൻ വലിയ മത്തിയായിരുന്നു, 2ആയിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ ഈ സ്പൂൺ എന്തിനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് ഉണ്ടോ. വലിയ മത്തി. ഓക്കെ, അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് വേകട്ടെ. കണ്ട, നല്ല സൂപ്പർ മത്തിയായിരുന്നു കണ്ടിട്ട് കേട്ടോ. ഇനി കഴിച്ച് നോക്കിയാലറിയാം രുചിയുണ്ടോ. ഓക്കെ, ഇനി അതവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് കപ്പ റെഡിയാക്കണ്ടേ. കപ്പയെല്ലാം വെന്തിരിക്കുക. അതേണ്ടേ കണ്ടോ, പെട്ടെന്ന് വെന്ത് ഞാൻ അതെല്ലാം ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും അതിന് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരയ്ക്കണം. ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം കാണാം. അപ്പോൾ മത്തി അവിടെ വേവട്ടെ അല്ലേ. ഓക്കെ, അപ്പം മത്തിക്കറിയൊക്കെ വെന്തു. ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്തായിരുന്നേ. പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാണാൻ വയ്യല്ലേ, കാണാൻ വയ്യ. ഞാൻ കപ്പയൊക്കെ എടുത്തിട്ട് മത്തിക്കറി ഒഴിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ കപ്പയൊക്കെ പ്ലേറ്റിലെടുക്കാം. അപ്പോൾ അതാ നല്ലൊരു മഴ വന്നു പോയി കേട്ടോ. നല്ലൊരു മഴയായിരുന്നു. കപ്പ എടുക്കട്ടെ. കണ്ട, നല്ല പുട്ടുപോലെ വെന്ത കപ്പ കണ്ട. ഇനി അതിനകത്തേക്ക് കുറച്ച് മത്തിക്കറി അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഒത്തിരി പറ്റിപ്പോയി. ഇനി ആ അടുപ്പല്ലിരുന്ന നല്ല ചൂടാണ് അടുപ്പിന്. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മത്തിക്കറി കണ്ട. 2 പീസ് മത്തി, പിന്നെ കുറച്ച് ചാറ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചേക്കാം അല്ലേ, അല്ലെങ്കിൽ വറ്റിപ്പോവും. ഓക്കെ, അപ്പം കഴിക്കാൻ വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ കഴിക്കാൻ? കണ്ട, കൊതിയൊന്നും വെച്ചേക്കരുത്. അപ്പോൾ ഓക്കെ, കഴിക്കട്ടെ.
ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.